ഇന്ത്യയും പാകിസ്ഥാനും ശനിയാഴ്ച പൂർണ്ണവും അടിയന്തരവുമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് പാകിസ്ഥാൻ DGMO മേജർ ജനറൽ കാശിഫ് അബ്ദുള്ള ഇന്ത്യൻ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായെ വിളിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് താൽക്കാലികമായി വിരാമമിട്ടത്. വെടിവയ്പും വ്യോമാക്രമണവും നിർത്താമെന്ന DGMOയുടെ വാഗ്ദാനത്തിന് മറുപടിയായി ഇന്ത്യയും സമ്മതം അറിയിക്കുകയായിരുന്നു. പെഹൽഗാമിലെ ഭീകരാക്രമണത്തോടെയാണ് സംഘർഷങ്ങളുടെ ആരംഭം. എന്നാൽ സിന്ധു നദീജല കരാർ ഉൾപ്പെടെ നയതന്ത്ര വിലക്കുകളിൽ നിന്നും രാജ്യം പിന്മാറുന്നതുൾപ്പെടെയുള്ള ഇന്ത്യ പ്രഖ്യാപിച്ച നടപടികൾ തുടർന്നേക്കും. ഭീകരതയെ ആക്രമിക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏക ലക്ഷ്യം. കൂടാതെ ഭീകരതയെ പിന്തുണയ്ക്കുന്നവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്ന പാകിസ്ഥാന് സന്ദേശം നൽകുകയായിരുന്നു ഇന്ത്യ. ഭാവിയിലെ ഏതൊരു ഭീകരാക്രമണത്തെയും യുദ്ധമായി കാണുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.